ദിവാകരൻ തലശ്ശേരി. ശ്രീ ദിവാകരൻ, അങ്ങ് ഈ ട്വിസ്റ്റിനെ കുറിച്ച് നേരത്തെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഞാനിതെല്ലാന്നും കാണുന്ന പരിപാടിയാ, എല്ലാന്നും കാണും. പിന്നെ റീക്യാപ്പായിട്ടും കാണും. പിന്നെ ഇതിന്റെ ഒരു കൗതുകം നേരത്തെ തന്നെ ലക്ഷ്മി ഔട്ടാകും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നഷ്ടമായില്ലേ? ഏറ്റവും തെറ്റ് ഇന്നലെ തന്നെ ലക്ഷ്മി ഔട്ടായി എനിക്ക് വല്ലാതെ തോന്നുന്നു. നല്ല ടാലന്റഡ് ഉള്ള സ്ത്രീയാ. ബാക്കി ചെറിയതെല്ലാം ഡിസ്ക്വാളിഫൈഡ് പൊട്ടൻ കളിയെല്ലാം കളിക്കുന്നതാണ്. അഭിനയൊക്കെ തിന്നാ കളിക്കുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും അവർ ഔട്ടായത്? ഇത് വല്ല അട്ടിമറി ഉണ്ടോ? അവര് പാവം PR വർക്കിൽ ഇതായിട്ട് അനു നല്ലത്, അനു നല്ല. പിന്നെ ലക്ഷ്മി സൂപ്പർ ഫൈനാ. എന്ത് ടാലന്റുള്ള കുട്ടിയാ. ഏത് ചാലഞ്ച് ചെയ്യുന്നു. വക്കീലുമാരുടെ ബുദ്ധിയാ. അല്ല ജഡ്ജിന്റെ ബുദ്ധിന്റെ ആ കുട്ടീനെല്ലാം എന്തിനാ പേട് പോലത്തെ കുറയെണ്ണം ഉണ്ടാട്ടെ മാടൻ കളിയും കളിക്കുന്നത് എന്തല്ലോ. ഇത് ജനങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടില്ല. അതേപോലെ ഇവൻ പിന്നെ ഷാനവാസ് കുറച്ചൊരു വഴിവിട്ട പോലത്തെ കളി കളിച്ചിന്. കുറച്ച് റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ. മറ്റേ ചെക്കൻ നല്ലത് അനീഷ് ഒരു പാവം ചെക്കൻ. അതെല്ലാം പിന്നെ മറ്റേ വടക്കേ ഇന്ത്യയിലെ വേറെ ആര്യ അതെന്തെന്ന് ആ കളിക്കുന്നത് ചെറിയ ചെക്കനാ. പൊട്ടക്കളിയോ ഒരു പെണ്ണിനെ ഇതായിട്ട് എന്തെല്ലോ കളിയും കളിച്ചാൽ പെണ്ണ് ഔട്ടായി. എന്തെല്ലോ കളി കളിക്കുന്ന അനു നല്ല അനക്ക് ആ കുട്ടി അനു ഞാൻ കിട്ടും. മറ്റേത് വെക്കല്ലേ സാറേ ആ രണ്ട് കുട്ടികളെ അത് ഇവള് ചാലഞ്ച് ചെയ്തിന്. അത് സമുദായത്തിനൊരു ശരിയില്ലാലോ, വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുക. പിന്നെ ഇതല്ലേ പിന്നെ ദീപാവലി എല്ലാ ഗ്രൂമേഴ്സിനും വിഷ് ഓൾ ദ ബെസ്റ്റ് ഓൾ ഓഫ് യു. സാറിന് ആരോഗ്യ സൗഖ്യം നേരുന്നു സാറേ. ശരി, ശ്രീ ദിവാകരനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഈ ഒരു കല എന്ന് പറയുന്നത് അത് നിരവധി ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഒട്ടനവധി ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ഷോ ഇതൊക്കെ ഇങ്ങനെ ചോർത്തി വിൽക്കാം എന്ന് കണ്ടുപിടിക്കുന്നവരെ നമ്മൾ കുറെ കൂടി കർശനമായി ശിക്ഷിക്കേണ്ടതുണ്ടോ? നമസ്കാരം. ഇതിപ്പോ നമ്മുടെ ഇത് പറയണ ശരിക്കും ആ ഒരു ആഭാസമാണ് ഇതിനകത്ത് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു വർഷം ഞാൻ ഇടയ്ക്ക് കാണും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് നടന്നെന്ന് നോക്കട്ടെ, പക്ഷെ അത് പുറത്തു വിടുന്നത് അങ്ങ് അതിനോട് താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങ് ജിജ്ഞാസ അങ്ങേക്ക് നഷ്ടമാകുന്നുണ്ടോ? ഇല്ല, അങ്ങ് ഇത് ആഭാസമായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? ശരി, അപ്പൊ വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. മുഹമ്മദ് മഞ്ചേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി ഇത് ആസ്വദിക്കാത്ത ആളാണ് അല്ലേ? നമസ്കാരം സാറേ. അങ്ങ് ഇത് ആസ്വദിക്കാത്ത ആളാണ്, അതുകൊണ്ട് അങ്ങേക്ക് ഇതിന്റെ ജിജ്ഞാസയിൽ ബോധ്യമില്ല. ഓക്കെ, ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പോൾ ഏഷ്യാനെറ്റിലെ ഒരു ജനപ്രിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. അതിൻ്റെ മലയാളം സീസൺ 7 എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അവർ കൗതുകത്തോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങയുടെ ഫോട്ടോയൊക്കെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. കണ്ടിരുന്നോ? കണ്ടു സാർ, കണ്ടു. അപ്പോൾ അങ്ങ് പിന്നെ കായിക മത്സരത്തിൽ വിജയിച്ചു, 5 മത്സരങ്ങളിൽ വിജയിച്ചു അല്ലേ? അതെ സാർ. അപ്പോൾ അതിന്റെ ഫോട്ടോയൊക്കെ ഞാൻ ഇന്നലെ പ്രേക്ഷകർ അപ്പോൾ അങ്ങ് ഈ ബിഗ് ബോസിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള നമ്മുടെ പല ആസ്വാദന രംഗം ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അതിനെ ഇങ്ങനെ ഗൂഢമായി തകർക്കാനുള്ള ഒരു ലക്ഷ്യമാണോ, അതോ ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാത്ത ആളുകൾ ചെയ്യുന്ന കയ്യബദ്ധമാണോ, അതോ ഇത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണോ? സാർ, ഇത് ഒരാളിന്റെ തലയിൽ നിന്നും 20-25 പേരുടെ മനസ്സിനെ ഉൾക്കൊണ്ടും കൊണ്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അത് ചില സമയത്ത് പാളിപ്പോകുന്നുണ്ട്, ചില സമയത്ത് മോഹൻലാൽ പോലും പതറിപ്പോകുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത സംഗതികൾ, രഹസ്യങ്ങൾ ചോരുന്നു. പക്ഷെ എന്തായാലും ശരി, ജനങ്ങൾക്ക് ആകാംക്ഷയോടുകൂടി കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഷോയാണെന്ന് മാത്രമേ എന്റെ അറിവ് വെച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ സാർ. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗൗതം എന്നോട് പറയുന്നത് നല്ല ഗെയിമാണ് അതിൽ നടക്കുന്നത്. ഇപ്പോൾ ആരോ അത് കാണിൽ ആഭാസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗതം അതിനൊരു മറുപടി കൊടുക്കുന്നത്. അത് വിവരക്കേട് വിളിച്ചു പറയുന്നത് അത് നല്ലൊരു ഗെയിമാണ് നടക്കുന്നത്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വിവേകമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഇവരൊക്കെ അതെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. തീർച്ചയായും പുറത്തു വിടാൻ പാടില്ല. ഒരു തെറ്റായ ഒരു മെസ്സേജാണ് പുറത്ത് കൈമാറുന്നത്. വീക്കെൻഡിൽ കാണുന്നത് തന്നെയാണ് ഏറ്റവും ഭംഗി എന്ന് ഗൗതം എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്നു. മഹി കിള്ളിപ്പാലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മഹി കേൾക്കാമോ? ഈ ഇന്നലെ ആരൗട്ടാകും എന്നാണ് മഹി യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്നത്? ഇന്നലെ ബിഗ് ബോസിൽ നിന്ന് ആരൗട്ടാകുമെന്നാണ് താങ്കൾ വിചാരിച്ചിരുന്നത്?
സാറേ ഈ ഡിപ്പോസിറ്റ് മോഹൻലാലിനെ വന്നത് അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി വരും. അങ്ങ് ഇത് കാണാറുണ്ടോ? ഈ പരിപാടി അങ്ങ് കാണാറുണ്ടോ? ഈ തൊട്ടി പേര് ഇല്ല, കാണാറില്ല. അപ്പൊ നിങ്ങൾക്ക് മറ്റേ കാണുന്ന ആളുകൾ അഭിപ്രായം പറയട്ടെ. എല്ലാ ദിവസവും അഭിപ്രായം കാണുന്ന ആളുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയട്ടെ. ഓക്കെ, ഗോപകുമാർ കൈമനത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഗോപകുമാർ, അങ്ങ് ഇന്നലെ ഈ പരിപാടിയിൽ നിന്ന് ആരൗട്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്? ഞാനിത് സ്ഥിരം കാണുന്ന പ്രോഗ്രാമാണ്. ആരൗട്ടാകും എന്നാണ് അങ്ങ് പ്രതീക്ഷിച്ചത്? അക്ബർ പോകുന്നാണ് പ്രതീക്ഷിച്ചത്. എന്തുകൊണ്ടാണ് അക്ബറിനെ അനാവശ്യമായി ബിഗ് ബോസ് ചേർത്ത് പിടിക്കുന്നുണ്ടെന്നൊരു പരാതി ചിലരൊക്കെ എന്നോട് പറഞ്ഞു. അയാളെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അയാള് അതിനകത്ത് ഭയങ്കര ഗ്രൂപ്പ് പിടുത്തവും അങ്ങനെ ഈ തുടക്കത്തില് ഞാൻ കാണുന്നതാണ്. ഈ ഗ്രൂപ്പ് പിടുത്തവും അങ്ങനെ അനാവശ്യമായിട്ട് നമ്മളെ അനു എന്ന് പറയുന്ന ആ കുട്ടി വളരെ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. ആ കുട്ടിയെ ഇന്നലെ സത്യത്തിൽ പുറത്തു പോകേണ്ടിയിരുന്നത് അക്ബറാണ്. അക്ബർ പോയില്ല. അതിന് പുറകിൽ എന്തെങ്കിലും കള്ളക്കളി നടന്നിട്ടുണ്ടാവുമോ ശ്രീ? നമുക്കെങ്ങനെ ഇത് അവരെ ടെക്നീഷ്യന്മാരെ കയ്യിൽ പോയതായി. പക്ഷെ അവര് നല്ല കാൻഡിഡേറ്റ് ആണ്. ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ അവര് നല്ല വിദ്യാഭ്യാസവും നല്ല അവരുടെ സംസാരവും അവരെല്ലാം നല്ല ഇതുള്ളതാണ്. എന്നിരുന്നാലും പക്ഷെ ഈ അക്ബർ പോകാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്. ശരി, ഓക്കെ. അവര് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ സുധ എന്നോടൊപ്പം ചേരുന്നു, കൊല്ലത്ത് നിന്നാണ്. ശ്രീമതി സുധ. ഹലോ. ശ്രീമതി സുധയ്ക്ക് ബിഗ് ബോസിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇഷ്ടം അനുവിനെയാണ്. അനു ഇപ്പൊ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷെ അനുവിനെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു പയ്യനുണ്ടല്ലോ, എന്തോ നിതിൻ, എന്തോ ഒരു കറുത്ത് ഒരു പയ്യനുണ്ടല്ലോ, ഒരു വട്ട പിടിച്ച് നടക്കുന്നേ. അവൻ അവളുടെ ബെഡിൽ കയറി കിടക്കുന്നു, അവൾ എടുക്കുന്നതെല്ലാം വലിയ പ്രശ്നമായിട്ട് കാണുന്നു. അവനെയൊക്കെ അങ്ങ് പറഞ്ഞു വിടും. ഇങ്ങനെയൊക്കെ ഉള്ള ആകെ പ്രശ്നങ്ങള്. എന്തായാലും നേരത്തെയൊക്കെയുള്ള ബിഗ് ബോസ് എത്ര നല്ലായിരുന്നു. ഇപ്രാവശ്യത്തെ മൊത്തം. അപ്പം ഞാൻ ഒരു കാര്യം ശ്രീ സുധയോട് ചോദിക്കട്ടെ. ഈ ബിഗ് ബോസ് ഇപ്പൊ ഇന്നലെ ഈ ലക്ഷ്മി ഔട്ടാകുമെന്ന് സുധ കരുതിയിരുന്നോ? ആ ലക്ഷ്മി നല്ല കുട്ടിയാ, അവള് നല്ലപോലെ കളിക്കുന്നുണ്ട്. പക്ഷേ ഇത് നേരത്തെ ചില വിവരങ്ങൾ ചിലർക്കൊക്കെ കിട്ടി. ഇപ്പം എന്നോട് ഗൗതം പറയുന്നത് വെള്ളിയാഴ്ച തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവരൊക്കെ അറിഞ്ഞു ഈ ലക്ഷ്മി പുറത്താകുമെന്ന്. ഇത് ചില ഇന്റർനെറ്റ് ചാനലുകളിലൊക്കെ വരുന്നു. അപ്പോൾ അത് ശരിയാണോ? അതിനെതിരെ ഒരു നടപടി വേണ്ടേ ശ്രീ സുധ? തീർച്ചയായും വേണം സാറേ. അങ്ങനെ രഹസ്യം പുറത്തു പോകേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഏതായാലും വൈകുന്നേരം ഇത് ഒറ്റയ്ക്കാണോ കാണുന്നത്? കുടുംബസമേതം ഇരുന്ന് എല്ലാവരും കുടുംബസമേതം ഇരുന്ന് കാണുന്നു. അപ്പോൾ അനു ജയിക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത് അല്ലേ? അനു ജയിക്കണം. അനു പാവം കൊച്ചാ. ആണോ? എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കരയുന്നതുകൊണ്ടാണോ? അല്ല, ഇപ്പൊ അവൾ ഒത്തിരി ഒതുങ്ങിയല്ലോ. ആദ്യമൊക്കെ അവള് പ്രശ്നമായിരുന്നു. ഇപ്പൊ അവൾ ഒത്തിരി ഒതുങ്ങിയല്ലോ. അത് ഇപ്പം പക്ഷെ അവളെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, എന്തോ നിതിനോ എന്തോ അവന്റെ പേര്. അവനെയൊക്കെ അങ്ങ് ഔട്ടാക്കുക. എന്തിനാ ആ കൊച്ച വളരെ മാനസികമായിട്ട് വിഷമിക്കുക. അവളുടെ ബെഡിൽ കയറി കിടക്കുക. അതുപോലെ തന്നെ അവൾ എടുക്കുന്നതിലെല്ലാം അവളെ വളരെ മോശമായിട്ടും തരം താഴ്ന്ന രീതിയിലാണ് സംസാരിക്കുന്നേ. ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ